നമ്മുടെ വീഡിയോയുടെ ഇന്നത്തെ ഇൻട്രോ ഒരു കാറ് കാണിച്ചുകൊണ്ട് തുടങ്ങാമേ. അപ്പോൾ രാവിലെ ഒരു 5 മണിക്ക് നമ്മൾ പോകണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ആ സമയത്ത് കാറ് വരാത്തതുകൊണ്ട് ഒരു 6 മണിക്കാണ് ഇറങ്ങിയത്. ഇറങ്ങിയ സമയം നോക്കിയാൽ നല്ല രസമുണ്ട്. മഞ്ഞും ഒരു നല്ല തണുപ്പൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കാറിനകത്ത് AC കൂടെ ആകുമ്പോൾ കുറച്ചൊരു രസമുണ്ടായിരുന്നു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ ഒരു ബോർഡ് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം കഴിക്കാം. നല്ല വിശപ്പുണ്ട്. രാവിലെ ഇറങ്ങിയത് കൊണ്ട് നമുക്ക് പൊറോട്ടയും കടലക്കറിയാണ് കഴിച്ചത്. അച്ഛൻ എന്തോ വെജിറ്റബിൾ അങ്ങനെ എന്തോ സംഭവമാണ് കഴിച്ചത്. പോകുന്ന സ്ഥലം ഈ ബോർഡ് നോക്കിക്ക് അച്ചൻകോവിലോട്ടാണ്. ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ചെറുതിലൊന്നും ട്രിപ്പൊന്നും പോയിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ ഈ വെക്കേഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ ക്ലാസ്സിൽ ഫ്രണ്ട്സൊക്കെ വന്നിങ്ങനെ പറയുമല്ലോ, ഞങ്ങൾ ഇവിടെ പോയി അവിടെ പോയി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഞങ്ങൾ എങ്ങും പോയിട്ടില്ല. എൻ്റെ അച്ഛനാണെങ്കിൽ ഡ്രൈവറാണ്. അപ്പോൾ അച്ഛന് വീട് നോക്കണം, പഠിപ്പിക്കണം, അങ്ങനെ ഒരു വൈബ് മാത്രമാണ്. അല്ലെങ്കിൽ അങ്ങനെയാണ് അവരുടെ ഹാപ്പിനെസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നമ്മളൊരു ജോലി കിട്ടി പുറത്തൊക്കെ വന്നു കഴിഞ്ഞ് നമ്മളിങ്ങനെ കറങ്ങാനൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഇങ്ങനെ ജോലി ചെയ്യുക, പൈസ ഉണ്ടാക്കുക, അത് മാത്രമല്ല ഇതൊക്കെയാണ് ലൈഫിലൊരു സന്തോഷം എന്നൊക്കെ വിചാരിച്ച് വീട്ടിൽ ഇതൊക്കെ ചെന്ന് പറയുമ്പോൾ അവർക്ക് വലിയ താല്പര്യം കാണിച്ചിട്ടേ ഇല്ല കേട്ടോ. എൻ്റെ നിർബന്ധത്താൽ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ആദ്യമേ ഞങ്ങൾ പോയത് കോന്നിയിൽ അടവി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അന്ന് യൂട്യൂബൊന്നും തുടങ്ങണമെന്ന് മനസ്സിൽ പോലും ഇല്ലാത്തതുകൊണ്ട് ആ സമയത്ത് വീഡിയോസ് ഒന്നും എടുത്തിട്ടേ ഇല്ലേ. ഇപ്പോൾ എന്ത് കണ്ടാലും ഇപ്പോൾ വീഡിയോ എടുത്ത് വയ്ക്കും, യൂട്യൂബ് ഉണ്ടല്ലോ അതിലിടാമല്ലോ എന്ന് ഓർത്തിട്ട് ഈ വീഡിയോ ഒക്കെ മാത്രം നമുക്ക് കുറച്ചൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ സ്ഥലത്തും സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പ് പോകുമായിരുന്നു കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ ഭയങ്കര രീതിയിൽ പറയുന്നില്ല, ഞാൻ നന്നായിട്ട് നിർബന്ധിക്കുമായിരുന്നു. ട്രിപ്പ് പോകണമെന്നൊക്കെ പറയുമ്പോൾ പൈസ ഇല്ലാത്തൊക്കെ പറയുമ്പോൾ ഞാൻ കരഞ്ഞ് മെഴുകി എൻ്റെ ഫ്രണ്ട്സിനെയും കൊണ്ടൊക്കെ വിളിപ്പിച്ചിട്ടൊക്കെ ഞാൻ ട്രിപ്പിന് പോയിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ വീട്ടുകാരുടെ പ്രയാസം ശരിക്കും അത്ര വലുതായിട്ട് മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഇന്നൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് എവിടെയെങ്കിലും ട്രിപ്പ് പോകാം, ഒരു 1000 രൂപ എടുക്കുമെന്നൊക്കെ പറയുമ്പോൾ ഇപ്പം ഞാൻ ഓർക്കും, എൻ്റെ ദൈവമേ അന്ന് എൻ്റെ അച്ഛൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് വിട്ടതെന്നൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ടൊക്കെയാണ് ഇപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് മാക്സിമം അവരെ പല സ്ഥലങ്ങളിലും കൊണ്ട് കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അവർ തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങൾ ഇതേപോലെ അമ്പലം, പള്ളി അങ്ങനെയൊക്കെയുള്ള ഏരിയ എന്ന് മാത്രമല്ല. എന്നാലും കുഴപ്പമില്ല, അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അവരെ കൊണ്ടുപോയി. എനിക്കിഷ്ടമുള്ള സ്ഥലത്തല്ലല്ലോ അവരെ കൊണ്ടുപോകണ്ടേ. അങ്ങനെ അച്ചൻകോവിലിൽ കൊണ്ടുപോയി. നല്ല രസമായിരുന്നു. എനിക്ക് ഈ സ്ഥലത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പോകണമെന്നൊക്കെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് അവർ തന്നെ സ്ഥലം കണ്ടുപിടിച്ച് അങ്ങ് പോകുമായിരുന്നു. അപ്പം ഡീറ്റെയിൽ അറിഞ്ഞുകൂടാ. പിന്നെ അടുത്തത് പോയത് തിരുമലക്കോവിൽ, തമിഴ്നാട്. പക്ഷേ നല്ല രസമായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ സന്തോഷമായത്. കാരണം എൻ്റെ അച്ഛൻ എന്നോട് ഇങ്ങോട്ട് പറയാണ്, നമുക്ക് ഇനി അടുത്ത തവണ നീ വരുമ്പോൾ നമുക്ക് വേറൊരു സ്ഥലത്ത് പോകാതെ. അപ്പോൾ എനിക്ക് ദൈവം ഇന്നേ വരെ അങ്ങനെ ട്രിപ്പ് പോകണ്ടെന്നൊക്കെ വാശി പിടിച്ച് അച്ഛൻ എന്നോട് ഇങ്ങോട്ട് അങ്ങനെ ഒന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമല്ലേ. നമ്മുടെ പൈസയിൽ നമ്മുടെ വീട്ടുകാരെ നമ്മൾ പല സ്ഥലങ്ങളും കൊണ്ട് കാണിക്കുമ്പോൾ അതാണ് ലൈഫിലെ ഏറ്റവും വലിയ സന്തോഷം. അല്ലാതെ വേറെ ഒന്നും ലൈഫിൽ സന്തോഷമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ അവർ ഫോട്ടോ എടുക്കുമ്പോഴും അവരുടെ ഫോട്ടോസൊക്കെ ഞാൻ എടുക്കുമ്പോഴൊക്കെ അവരെ മുഖത്ത് കാണുന്ന സന്തോഷമുണ്ടല്ലോ, അതാണ് ലൈഫിൽ എൻ്റെ ഏറ്റവും വലിയ